അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യുത്സ്യമാനാനവേക്ഷ്യേഹം യയേദേത്ര സമാഗതാഃ ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേഃ യുദ്ധേ പ്രിയചികീർഷവഃ. അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ, ഇരുസേനകളുടെയും മധ്യത്തിലായി എൻ്റെ തേരു നിർത്തിയാലും ദുർബുദ്ധിയായ ദുര്യോധനന് പ്രിയം ജനിപ്പിക്കാൻ ആരൊക്കെയാണ് വന്നിരിക്കുന്നത്? ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യേണ്ടത്? അവരെയെല്ലാം ഞാനൊന്ന് കാണട്ടെ. സഞ്ജയ ഉവാച ഈവമുക്തോ ഹൃഷീകേശഃ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖതഃ സർവേഷാം ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരുനിതി. സഞ്ജയൻ പറഞ്ഞു, അല്ലയോ രാജാവേ, അർജുനൻ ഇപ്രകാരം പറഞ്ഞത് കേട്ട ശ്രീകൃഷ്ണൻ രണ്ടു സൈന്യങ്ങളുടെയും മധ്യത്തിൽ ഭീഷ്മദ്രോണാദികളുടെയും എല്ലാ രാജാക്കന്മാരുടെയും മുന്നിലായി രഥത്തെ നിർത്തിയിട്ട് ഒത്തുകൂടിയിരിക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും അർജുന എന്നു പറഞ്ഞു. തത്ര പശ്യത് സ്ഥിതാൻ പാർത്ഥഃ പിതൃനത പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ ശശുരാൻ സുഹൃദശ്ചൈവ സേനയോരുഭയോരപി താൻ സമീക്ഷ്യ സ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ വിഷീദന്നിദമബ്രവീത്. പിന്നീട് അർജുനൻ രണ്ടു സേനകളിലുമുള്ള പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യന്മാരെയും അമ്മാവന്മാരെയും ഭ്രാതാക്കളെയും പുത്രപൗത്രന്മാരെയും സഖാക്കളെയും അപ്രകാരം ശശുരന്മാരെയും സുഹൃത്തുക്കളെയും കണ്ടു. അവിടെ കൂടിയ എല്ലാ ബന്ധുജനങ്ങളെയും കണ്ടിട്ട് അർജുനൻ വിഷാദത്തോടുകൂടി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി വേപധുശ്ച ശരീരേ മേ രോമഹർഷശ്ച ജായതേ. അർജുനൻ പറഞ്ഞു, ഹേ കൃഷ്ണ, യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു മുന്നിൽ നിൽക്കുന്ന സ്വന്തം ജനങ്ങളെ കണ്ടിട്ട് എൻ്റെ അവയവങ്ങൾ തളരുന്നു. വായ, എൻ്റെ മുഖം വരളുന്നു. എൻ്റെ ശരീരത്തിന് വിറയലും രോമാഞ്ചവും ഉണ്ടാകുന്നു.
ഗാണ്ഡീവം സ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ. എൻ്റെ കയ്യിൽ നിന്നും വില്ല് വഴുതിപ്പോകുന്നു, ദേഹം ചുട്ടുനീറുന്നു, നേരെ നിൽക്കാൻ പോലും എനിക്ക് ശക്തിയില്ലാതാകുന്നു, എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നതായി തോന്നുന്നു. നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ. ഹേ കേശവ, പ്രതികൂലമായ ശകുനങ്ങളും ഞാൻ കാണുന്നു. യുദ്ധത്തിൽ സ്വന്തം ജനങ്ങളെ കൊന്നാൽ ശ്രേയസ്സുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. നകാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗീർ ജീവിതേന വാ. ഹേ കൃഷ്ണ, ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല, രാജ്യവും സുഖങ്ങളും ഞാൻ മോഹിക്കുന്നില്ല. ഹേ ഗോവിന്ദ, ഞങ്ങൾക്ക് രാജ്യം കൊണ്ട് എന്തു പ്രയോജനം? സുഖഭോഗങ്ങളെ കൊണ്ടോ ജീവിതം കൊണ്ടോ എന്തു പ്രയോജനം? യേഷാമർത്ഥേ കാംക്ഷിതം നോ രാജ്യം ഭോഗ സുഖാനി ച തൈമേ അവസ്ഥിതാ യുദ്ധേ പ്രാണാം ത്യക്ത്വാ ധനാനി ച ആചാര്യഃ പിതരഃ പുത്രാഃ തഥൈവ ച പിതാമഹാഃ മാതുല ശ്വശുരാഃ പൗത്രാഃ സ്യാല സംബന്ധിനസ്തതാ. ആർക്കു വേണ്ടി രാജ്യസുഖഭോഗങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ചുവോ ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും, അതുപോലെ പിതാമഹന്മാരും അമ്മാവന്മാരും ശുശുരന്മാരും പേരക്കുട്ടികളും മടിയന്മാരും ബന്ധുജനങ്ങളുമെല്ലാം ഇതാ സ്വത്തും ജീവനും വെടിഞ്ഞ് യുദ്ധക്കളത്തിൽ വന്നു നിൽക്കുന്നു. ഏതാന്നഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭിത്രൈലോക്യരാജ്യസ്യ ഹേതോ കിം नु മഹീ കൃതേ. ഹേ കൃഷ്ണ, ഞാൻ ഇവരാൽ ഹനിക്കപ്പെടുകയാണെങ്കിൽ പോലും, ത്രൈലോക്യാധിപത്യം കിട്ടുമെന്ന് വന്നാൽ പോലും ഇവരെ കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ